നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലൂടെയും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലൂടെയും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകൃതി രമണീയമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ഊർജം, തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് പത്തനാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയത്. സംസ്ഥാന സർക്കാർ കിഫ്ബി സഹായത്തോടെ മണ്ഡലത്തിൽ നടത്തിയ നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. അവയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഒരു അഴിമതിയില്ലാത്ത വികസനം, ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലയളവിൽ ഈ ജനങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ടിൽ അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പവർ കട്ടില്ല, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് റോഡിൻ്റെ കാര്യം മറ്റു കാര്യങ്ങളായാലും എനിക്ക് നേരിട്ട അനുഭവത്തിൽ തന്നെയുള്ള നമ്മുടെ പത്തനാപുരം MLA നേതൃത്വത്തിൽ നടത്തിയ കുറേ വികസന പ്രവർത്തനങ്ങൾ ഞാൻ എണ്ണവിട്ട് പറയാം. നമുക്ക് അറിയാം, ഇടത്തറയിലൊരു മുഹമ്മദാൻ HSS എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. അവിടെ കോടിക്കണക്കിന് രൂപ മുടക്കി അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെട്ടിക്കവലയിൽ മോഡൽ HSS എന്ന് പറയുന്ന സ്കൂളിൽ ബിൽഡിങ്ങുകളുടെ എല്ലാം നവീകരണത്തിലൂടെ അവിടെ വളരെയേറെ കിഫ്ബിയിലൂടെ ഉള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ന്യൂ ബിൽഡിംഗ് IT എന്ന് പറയുന്ന വെട്ടിക്കവലയിൽ അതിൻ്റെ പ്രവർത്തനം, അതും നാടിന് മാതൃകയാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനമാണ്. അതും കിഫ്ബിയിലൂടെയാണ് നേടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും എടുത്തു പറയത്തക്കവണ്ണമുള്ള പത്തനാപുരം താലൂക്ക് ഹോസ്പിറ്റൽ ഏതാണ്ട് 100 കോടി രൂപ മുടക്കിയുള്ള അതിഗംഭീരമായൊരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കലഞ്ഞൂർ പാടം റോഡ് വർഷങ്ങളായി കോൺട്രാക്ടർ ഒരു പ്രശ്നം കൊണ്ട് മൂലം റോഡ് പ്രവർത്തനം മുടങ്ങിയിരുന്നെങ്കിലും ഇപ്പം ഊരാളുങ്കൽ സൊസൈറ്റിയെ വീണ്ടും ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പള്ളിമുക്ക് അലിമുക്ക് റോഡ്, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ അടുത്ത പത്തനാപുരം മണ്ഡലം അല്ലെങ്കിലും പത്തനാപുരത്തെ ജനങ്ങൾക്ക് ഗുണകരമായി തീരുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ കോന്നി മണ്ഡലത്തിലെ നിന്നുള്ള മാങ്കോട് ഗവൺമെൻറ് ഹൈസ്കൂള്, അതുപോലെ തന്നെ മാങ്കോട് PHSC, ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തുന്ന നമുക്ക് നാട്ടിൽ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി വികസന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തങ്ങളുടെയും മറ്റ് മഹാമാരികളുടെയും ഈ കാലത്ത് ഇത്രയും വികസനം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഗവൺമെൻറ് യാതൊരുവിധ അഴിമതിയുമില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 10-60 വർഷക്കാലം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്, എങ്ങനെ വികസനം നടത്താൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്. ഇനിയും ഈ ഗവൺമെൻറ് തുടരേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് ഈ പറയുന്ന ഇവിടെ ചെറുപ്പക്കാർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും മറ്റുള്ളവർക്കായാലും മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. പിന്നെ പത്തനാപുരത്ത് KSRTCയുടെ
പത്തനാപുരത്തു നിന്നുള്ള MLA ആണ് നമ്മുടെ KSRTCയുടെ മിനിസ്റ്ററായിട്ടുള്ളത്. KSRTCയുടെ മാറ്റം ആർക്കെങ്കിലും വികസനം നടക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണോ? KSRTC എന്ന് പറയുന്നത് മാറി. KSRTC നമ്മൾ എവിടെ നിന്നാലും അവിടുന്ന് നമുക്ക് എവിടെ പോകണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് KSRTC നമ്മുടെ അടുത്തേക്ക് വന്ന് KSRTC നമ്മളെ കയറ്റിക്കൊണ്ട് പോകുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്തും മാർത്താണ്ഡത്തും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞൊരു ദിവസം പത്തനാപുരം KSRTC സ്റ്റാൻഡിലോട്ടൊന്ന് അല്പനേരം നിന്നപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം വന്നിട്ട് ഇങ്ങനെ ദൂരങ്ങളിൽ പഠിക്കാൻ പോകേണ്ട വിദ്യാർത്ഥികളെല്ലാം വന്ന് അവർക്ക് പോകത്തൊക്കെ വേണം അവരെ എല്ലാം. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ കണ്ടക്ടർ വിളിക്കുക, ഒരാൾ താമസിച്ചു പോയാൽ എന്താണ് നിങ്ങൾ എവിടെ ആയി, അതാണ്ട് വണ്ടി വന്ന് കിടക്കുന്നു, വണ്ടി പോകുന്നു. ആ രീതിയിലേക്ക് മാറി. ഒരു നമുക്ക് വണ്ടി എവിടെ എത്തിയെന്ന് പണ്ടാണെങ്കിൽ നമുക്ക് വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ഒരു ആപ്പിലൂടെ നമുക്ക് ട്രെയിനിൻ്റെ സമയങ്ങളൊക്കെ അറിയാമായിരുന്നു. ഇന്നെന്നാൽ അത് മാറിയിട്ട് ബസ് നമ്മുടെ വീടിന് മുറ്റത്തൂടെ പോകുന്ന ബസ്സിൻ്റെ സമയം അറിയാനും അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ പോകുന്നതിനും നമുക്ക് ബസ്, അതും ലക്ഷറി ബസ്സുകൾ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കോന്നി ആയാലും പത്തനാപുരമായാലും മാറുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഈ കോന്നിയിലെ ആയാലും പത്തനാപുരത്തെ ആയാലും MLAമാർ തുടരണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ജനങ്ങളുടെ എല്ലാം. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ളൊരു സംസാരമുണ്ടാകുന്നത്. ഗവൺമെൻറ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്രയും ധനകാര്യ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ഏതെല്ലാം രീതിയിൽ ഫണ്ട് നമുക്ക് നൽകാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാമെന്ന് നോക്കുമ്പോഴും മറ്റോരോ പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് പല രീതിയിൽ കണ്ടെത്തി വികസനങ്ങളിലൂടെ നാട്ടിൽ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് പണം കണ്ടെത്തി ഈ നാടിന് മാറ്റമുണ്ടാകുന്ന രീതിയിൽ ആരോഗ്യവകുപ്പായാലും അതുപോലെ തന്നെ വ്യവസായ വകുപ്പായാലും ഇതുപോലെ നാട്ടിൽ ഇപ്പോൾ ഇപ്പം ഒരാളെയും മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥയിലല്ല. എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ഒരു ക്യാപ്റ്റൻ്റെ കീഴിൽ, അതാണ്. അല്ലാതെ പലരും നേരത്തെ ഒക്കെ നമുക്കറിയാം, അവർ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ക്യാപ്റ്റനെ തന്നെ തള്ളിപ്പറയുന്ന അനുയായികൾ എന്ന് പറയുന്ന രീതിയിലായിരുന്നു പ്രവർത്തനമെങ്കിൽ ഒരു ക്യാപ്റ്റനെ വിശ്വസിച്ചുകൊണ്ട് ആ ക്യാപ്റ്റൻ്റെ കീഴിൽ ഇനിയും നാടിന് വികസനം എങ്ങനെ വരണമെന്ന രീതിയിൽ, വികസനം എങ്ങനെ കൊണ്ടുവരണമെന്നുള്ള രീതിയിൽ, നാളെ ഈ നാട് എങ്ങനെ ആയിരിക്കണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനം നടത്തുന്ന ഈ ഗവൺമെൻറ് തുടരണം. വികസന തുടർച്ച അടുത്തതായി യാത്ര ചെയ്യുന്നത് കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റത്ത് ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രൗഢിയും ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മരണകളും തനത് കലാരൂപങ്ങളും ഉൾക്കൊള്ളുന്ന ഈ നാട് കഴിഞ്ഞ 10 വർഷമായി വികസനത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുകയാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, കായികം, സാംസ്കാരികം, സേവന മേഖലകൾ തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ കാണാം. ഒന്നാം പിണറായി സർക്കാർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് കേരളത്തിൻ്റെ വികസനം മുരടിപ്പില്ലാതാക്കി വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ കാലത്ത് നടന്നത്. വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടായി. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ അന്നത്തെ ഗവൺമെൻറ് പ്രത്യേകമായ രീതിയിൽ കണ്ടെത്തി.
അതിലേറ്റവും പ്രധാനമാണ് അടിസ്ഥാന വികസനത്തിന് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക പരിഗണന നൽകാൻ കേരളത്തിന് കഴിയില്ല. കാരണം അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. പിന്നെ എങ്ങനെയാണ് വികസന രംഗത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക? അതിനാണ് 25 വർഷം മുൻപ് രൂപീകരിച്ചിട്ടുള്ള കിഫ്ബി അല്ലെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ്. അതിൽ ഇതുവരെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും മാതൃകയാക്കാത്ത നിലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിന് വെളിയിൽ സമ്പത്ത് എങ്ങനെ കണ്ടെത്താം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വഴിയായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി മുന്നോട്ടേക്ക് വരുന്നത്. ഏതാണ്ട് 85,000 കോടിയുടെ വികസന പ്രവർത്തനം ഈ കാലയളവിൽ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അടിസ്ഥാന വികസനം, റോഡ്, പാലം, സ്കൂളുകൾ, ആശുപത്രികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും വലിയ കുതിച്ചുചാട്ടത്തോടു കൂടിയിട്ടുള്ള മുന്നേറ്റം ഈ ഒരു കാലയളവിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് ഓർമ്മിക്കാം. രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലം പോലെയല്ല. ഒന്ന്, കിഫ്ബിയെ നിയന്ത്രിക്കാനും അതിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. കേന്ദ്ര ഗവൺമെൻറ് കിഫ്ബിയെ കേരളം കടമെടുക്കുന്ന പരിധിയിൽ ഉൾപ്പെടുത്തി നമുക്ക് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറക്കുന്ന സമീപനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒരു MLA പോലും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി വികസന രംഗത്ത് ഈ കുതിച്ചുചാട്ടത്തിൽ ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറയാൻ പറ്റുന്ന സ്ഥിതിയല്ല കേരളത്തിൽ. പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ അനുഭവം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ റോഡുകളുടെ വികസനത്തിന് ഏതാണ്ട് 122 കോടി രൂപ ഈ മണ്ഡലത്തിൽ കിഫ്ബി വഴി ചെലവഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ മലയോര മേഖലയിൽ കടന്നു പോകുന്ന പയ്യന്നൂർ മുനിസിപ്പാലിറ്റി അതിർത്തിയിലൂടെ കടന്നു പോകുന്ന അമ്പലത്തറ കാനായി മണിയർ റോഡ്, അതുപോലെ തന്നെ കാങ്കോൽ ചീമേനി റോഡ്, വെള്ളോറ കക്കര കടുക്കാർമ റോഡ്, ചെറുപുഴ മഞ്ഞക്കാട് മുതുവം റോഡ്, പുന്നക്കടവ് പുതിയ പുഴക്കര റോഡ്, പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻ്റ് പദ്ധതി, കോടികളുടെ മൂലധന വഴിയാണ് കിഫ്ബി വഴി ഈ റോഡ് നിർമ്മാണത്തിന് മാത്രം കേരളത്തിൽ നിന്ന് കിട്ടിയത്. ഒരു പാലം, ചൂളക്കടവ് പാലം എന്ന് പറയുന്നത് നേവൽ അക്കാദമി നിൽക്കുന്ന രാമന്തലിയെയും പയ്യന്നൂരിലെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. 28 കോടി രൂപ ആ പാലത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന്, പാലം അങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതിന് കിഫ്ബി വഴി ഇന്ന് ഗവൺമെൻറ് അംഗീകാരം നൽകി അതിൻ്റെ പണി നടന്നു വരികയാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് തീരദേശ ഹൈവേ. ഞങ്ങളുടെ മണ്ഡലത്തിൽ ഏതാണ്ട് 12 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തീരദേശ ഹൈവേ വരുന്നത്. 87 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കൽ, റോഡ് നവീകരണം, അതോടൊപ്പം തന്നെ റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം, ഇതിനെല്ലാമായി 87 കോടി രൂപയാണ് ഗവൺമെൻറ് കിഫ്ബി വഴി അനുവദിച്ചിട്ടുള്ളത്. ആ പണി അതിവേഗത്തിൽ നടന്നു വരികയാണ്. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്കൂളുകളുടെ വിപുലീകരണത്തിന് 50 കോടി രൂപയാണ് വിവിധ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് കാണാനാവുന്നൊരു കാര്യമാണ്. 17 സ്കൂളുകളിൽ MRS മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ കിഫ്ബി വഴിയുള്ള വികസന മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. അത് സ്പെഷ്യാലിറ്റി ആശുപത്രിയായി 7 നിലയിലുള്ള കെട്ടിടമാണ് 58 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. 103 കോടിയുടെ വികസന പദ്ധതിയാണ് ഈ താലൂക്ക് ആശുപത്രിയുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പെരിങ്ങോം താലൂക്ക് ആശുപത്രി മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് ആ പണി തകൃതിയായിട്ട് നടന്നു വരികയാണ്. പയ്യന്നൂരിലെ ഏക ഗവൺമെൻറ് കോളേജാണ് പെരിങ്ങോം ഗവൺമെൻറ് കോളേജ്. വിവിധ ഘട്ടങ്ങളിൽ അതിന് വേണ്ടി 10 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ആ പ്രവർത്തനങ്ങൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്ക് വലിയ പരിമിതികളും ആവശ്യങ്ങളും വളരെ കൂടുതലാണ്. പരിമിതികൾ വലിയ നിലയിലുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു 10 കോടി രൂപയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് കിഫ്ബി വഴി പയ്യന്നൂരിന് അനുവദിച്ചു തരുന്ന നിലയുണ്ടായത്. പയ്യന്നൂർ ഒരർത്ഥത്തിൽ സിനിമയുടെ തലസ്ഥാനം കൂടിയാണ്. സിനിമ സംവിധായകർ, നടീനടന്മാർ, സിനിമയെക്കുറിച്ചിട്ടുള്ള ഗൗരവമുള്ള പഠനം നടത്തുന്നവർ, വിദേശ സിനിമക്കടക്കം മലയാളം ടൈറ്റിലോടുകൂടി സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്നതിന് പരിശ്രമിക്കുന്ന
ഒരു വലിയ സംഘം ആളുകൾ ഇന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിൻ്റെ അഭിമാന താരങ്ങളായിട്ടുണ്ട്. ഞങ്ങളതിൽ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, പയ്യന്നൂരിൻ്റെ സിനിമാ മേഖലയിലെ മുന്നേറ്റത്തിന് സഹായകമാകുന്ന ഒരു വലിയ പ്രൊജക്റ്റ് മുന്നോട്ടേക്ക് വെക്കണമെന്ന് കണ്ടു. ലെനിൻ രാജേന്ദ്രൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിലാണ് 11,35,00,000 KSFDCയുടെ തിയേറ്റർ കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഈ മാർച്ച് മാസത്തോടുകൂടി അത് ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ്. പയ്യന്നൂരിൻ്റെ കലാപരമായിട്ടുള്ള മേഖലയിൽ KSFDCയുടെ ഈ തിയേറ്റർ കോംപ്ലക്സ് ഏറ്റവും വലിയ നിലയിൽ അതിന് സ്വാധീനമുണ്ടാക്കി മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. പയ്യന്നൂർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, ചില സാങ്കേതിക പ്രശ്നങ്ങളും കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അത് ഏറെക്കുറെ പരിഹരിച്ചു. 13.5 കോടി രൂപയാണ് അതിനുവേണ്ടി ഗവൺമെൻറ് കിഫ്ബി വഴി അനുവദിച്ചത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നേവൽ അക്കാദമി നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പഞ്ചായത്താണ്. വളരെയേറെ ഏതാണ്ട് 3000-ഓളം ഏക്കർ ഭൂമി ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ജനങ്ങളാണ് രാമന്തളിയുടെ ജനങ്ങൾ. അവരുടെ പല മേഖലയിലെയും കുടിവെള്ളം ലഭ്യമല്ല. ആ കുടിവെള്ളത്തിന് വേണ്ടി 6,26,00,000 രൂപ കിഫ്ബി വഴിയാണ് നമുക്ക് ലഭ്യമായത്. ആ പണി ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു വലിയ പട്ടിക വികസന രംഗത്ത് കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളുടേതായി പയ്യന്നൂർ മണ്ഡലത്തിലുണ്ട്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഈ മണ്ഡലം സാക്ഷ്യം വഹിച്ചത് അഭൂതപൂർവമായ വികസന മുന്നേറ്റങ്ങൾക്കാണ്. നാടിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സർക്കാർ കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ മഞ്ചേശ്വരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതുകയാണ്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ കാണാം. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ വേഗതയിൽ മഞ്ചേശ്വരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ആക്കം കൂട്ടാൻ കഴിഞ്ഞത് 2016 കേരളത്തിന് സമർപ്പിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയിലൂടെയാണ് എന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വലിയ പ്രയാസം അനുഭവിക്കുന്ന അതിർത്തിയിലൊരു മണ്ഡലമാണ്. എല്ലാ വിദ്യാലയങ്ങളിലേക്കും കൃത്യമായ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് 1 കോടി, 3 കോടി, 5 കോടി വീതം എല്ലാ വിദ്യാലയങ്ങളിലേക്കും ലഭിച്ചപ്പോൾ വലിയ രീതിയിൽ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാലയങ്ങൾ ഹൈടെക്കിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം കോവിഡ് കാലം, ലോകത്ത് കോവിഡിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അതിർത്തിയെക്കുറിച്ച് എഴുതാതെ ലോകത്തിൻ്റെ ചരിത്രം പൂർത്തിയാവില്ല. കേരളത്തിൽ ആദ്യമായി കോവിഡിലല്ല ഒരാൾ മരിച്ചു പോകുന്നത്. അതിർത്തി കർണാടക ഗവൺമെൻറ് അടച്ചപ്പോൾ 14 പേരാണ് അതിർത്തിയിൽ പിടഞ്ഞു മരിച്ചത്. അന്ന് മഞ്ചേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ, കാസർഗോഡും മഞ്ചേശ്വരവും ഒക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം ആരോഗ്യരംഗത്ത് സ്വയം പര്യാപ്തതയായിരുന്നു. അന്നാണ് മഞ്ചേശ്വരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മങ്ങൽപ്പാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് 14 കോടി രൂപയുടെ ഒരു പുതിയ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയുള്ള കിഫ്ബിയിൽ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ പ്രഖ്യാപനമുണ്ടാകുന്നതും ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം മൂലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതി തീർച്ചയായും മഞ്ചേശ്വരത്തെ ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു 14 കോടിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വിദ്യാഭ്യാസ മേഖലയിൽ മഞ്ചേശ്വരം
മംഗലാപുരത്തെയും മറ്റുള്ള ആളുകളെയും ആശ്രയിക്കുന്ന കേരളത്തിൻ്റെ അതിർത്തിയാണ്. കേരള അസംബ്ലിയിൽ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ മഞ്ചേശ്വരത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏതെങ്കിലും രീതിയിലുള്ള വികസനം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സബ്മിഷനാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിലെനിക്ക് ലഭിച്ച കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ഏറ്റവും മികച്ച ഒരു ലീഗൽ സ്റ്റഡി സെൻറ്റർ, നിയമപഠന കേന്ദ്രം മഞ്ചേശ്വരത്തിന് ലഭിച്ചു. തീർച്ചയായും ആ പദ്ധതി ലഭിച്ചപ്പോൾ ആദ്യം LLM തുടങ്ങി, 3S LLB തുടങ്ങിയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൻ്റെ 14 ജില്ലകളിലെ കുട്ടികൾ മഞ്ചേശ്വരത്തേക്ക് വന്ന നിയമമേഖലയിൽ പഠനം നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചുള്ള വലിയ ടെൻഷനായിരുന്നു. ഞാൻ MLA ആയതിനു ശേഷം ഈ കഴിഞ്ഞ 2022 നമുക്ക് ആ ക്യാമ്പസിനകത്തേക്ക് ഏറ്റവും മികച്ച 130ഓളം പെൺകുട്ടികൾക്ക് മികച്ച ഹൈടെക് സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹോസ്റ്റൽ 14 കോടിയുടെ ലഭിച്ചു എന്നുള്ളത് ആ ലീഗൽ സ്റ്റഡി സെൻറ്ററിൻ്റെ മികച്ച മുന്നേറ്റത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു പദ്ധതിയാണ്. ഞാൻ MLA ആയതിനു ശേഷം എൻ്റെ മണ്ഡലത്തിലേക്ക് ലഭിച്ചത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മഞ്ചേശ്വരത്തിൻ്റെ മലയോര ഹൈവേ, കർണാടകയുമായി കണക്ട് ചെയ്യുന്ന മലയോര ഹൈവേയിലേക്ക് മുൻകാലങ്ങളിൽ 2021 മുമ്പേ അന്നത്തെ നമ്മളിന്ന് വിട പറഞ്ഞു പോയ PV അബ്ദുൾ റസാഖ് MLA ആയ ഒരു കാലത്ത് 55 കോടി ആദ്യം ലഭിച്ചു. അതിനുശേഷം ഒരു 84 കോടിയുടെ ഫണ്ട് ലഭിച്ചു. വളരെ മനോഹരമായ, അതിശയിപ്പിക്കുന്ന മലയോര മേഖലയിൽ 2 റോഡുകളാണ് നമുക്ക് ലഭിച്ചത്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും മികച്ച ഗവൺമെൻറ് കോളേജാണ് രാഷ്ട്രകവി ഗോവിന്ദപ്പൈ മെമ്മോറിയബിൾ മഞ്ചേശ്വരം മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്. ആ കോളേജിൽ ധാരാളം അടിസ്ഥാന വികസന രംഗത്ത് വലിയ രീതിയിലുള്ള ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. ആ ക്യാമ്പസിലേക്ക്, കോളേജിലേക്ക് മികച്ചൊരു ഹോസ്റ്റലും, അതോടൊപ്പം രാഷ്ട്രകവി ഗോവിന്ദപ്പൈ കോളേജിൻ്റെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു ഹൈടെക് ലൈബ്രറി സമർപ്പിക്കാൻ വേണ്ടി 5.50 കോടി ആ ക്യാമ്പസിലേക്ക് കിട്ടി. അതിൻ്റെ പൂർത്തിയായി അത് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിൽ ആ ഗവൺമെൻറ് കോളേജിൻ്റെ മുന്നേറ്റത്തിന് ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. മഞ്ചേശ്വരത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ റെയിൽവേ മേഖലയിലുള്ള ഒരു പ്രയാസം. മേൽപ്പാലം എന്നുള്ളത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, കേരള പിറവിയുടെ കാലഘട്ടം തൊട്ട് 1957 ആദ്യത്തെ MLA മുതൽ ആവശ്യപ്പെട്ട് നിരന്തരമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമായിരുന്നു. നമുക്കതൊരിക്കലും നടക്കുമോ എന്നുള്ള പ്രതീക്ഷ പോലും അസ്ഥാനത്തായിരുന്നു. കിഫ്ബിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മഞ്ചേശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജിന് 40 കോടി, അതോടൊപ്പം വസങ്കടിയിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് ഒരു 41 കോടി. ഈ 51 കോടി എൻ്റെ മണ്ഡലത്തിലെ 2 ഓവർബ്രിഡ്ജിന് ലഭിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ടെൻഡറൊക്കെ പൂർത്തിയായി അവസാന ഘട്ടത്തിലാണ് വർക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അത്യാവശ്യം കലാലയങ്ങളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, രോഗിയെ കൊണ്ടുപോകുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് അരമണിക്കൂറൊക്കെ റെയിൽവേ ഗേറ്റ് കാരണം കുടുങ്ങിക്കിടക്കുന്ന വലിയ ഒരു ടെൻഷനാണ് മഞ്ചേശ്വരത്ത് കിഫ്ബിയുടെ 81 കോടിയുടെ 2 പദ്ധതികളിലൂടെ നമുക്ക് ഗുണം ലഭിക്കുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.